ഹായ് അപ്പം ഇന്ന് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വ്ളോഗെല്ലാം കണ്ടിട്ടുണ്ടാവും. അനന്തുവിൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ ഇന്ന് അനന്തുവിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ദേവി വിലാസം ഹോട്ടൽ വരുന്നത്. അതായത് കുറേ സിനിമയും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തൊരു ഹോട്ടലാണ്. ഓക്കെ, ഞാനും അനന്തു ഇന്ന് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം അനന്തുവാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങ് കാണിച്ചു തരാം. അപ്പം ഇതാ സിനിമ ഞാൻ കണ്ടും ചെയ്തു. നല്ല സിനിമയാണ്. ഏത് സിനിമയാണ് അത്? സിനിമ പേരും സുരാജ് വെഞ്ഞാറമ്മൂടിലുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പനല്ല, അത്രക്ക് ഇതല്ല. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ അതിരടി ഇല്ലേ, അതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ ഇല്ലേ, അവൻ്റെ പേരും ഓർമ്മയില്ല. അവനാണ് അതിൽ, അവനുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട്. പിന്നെ സൈജു കുറുപ്പുണ്ട് തോന്നുന്നു. സൈജു കുറുപ്പ് ഈ സിനിമ ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അതായത് അറിയാത്തില്ല, ഓർമ്മയില്ല അല്ലേ. നല്ല പേര്, നല്ല സിനിമ ഇത്. ഒരു ക്ലാസിക് എന്നുള്ളൊരു നാട്ടൻ ഒരു നാടത്തെ ഒരു തരം കഥ പോലെയാണ്. ചില സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ നീ ഇതണ്ടേ തീവണ്ടി തീവണ്ടിയിലത്തെ നമ്മളെ അതിന്റെ അളിയനില്ലേ, അവൻ അഭിനയിക്കുന്നുണ്ട്. ഓ, അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആ ഒരു ചായക്കടയിലേക്കാണ്. അപ്പം അനന്തുവിൻ്റെ പുതിയ ഹെയർ കട്ട് നമ്മൾ ഈനിടയ്ക്ക് പോയിട്ട് മുറിപ്പിച്ചതാണ്. ലുക്കേ മാറി ഫുള്ള്. ഭയങ്കര യങ്ങായിപ്പോയി. നല്ല രസമുണ്ട്. പക്ഷേ ഭയങ്കര വയസ്സോറിയാകുമ്പോൾ അതൊന്ന് ബോഡി ഒന്ന് സെറ്റാക്കിയാൽ കഴിഞ്ഞാൽ വയസ്സ് തോന്നിക്കില്ല. അപ്പോൾ നമ്മൾ രണ്ടാളിപ്പം നേരെ ദേവി വിലാസിലേക്ക് നടന്നു പോവാണ്. സ്കൂട്ടി എടുത്ത് പോകാനാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ നടപ്പിച്ചു അവനെ. ഗെയിം കളിച്ചിരുന്ന് കുറച്ച് സമയം കളഞ്ഞു. അതുകൊണ്ട് തന്നെ വർക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഇന്ന് രാത്രിയാടാ, ഇന്ന് രാവിലെ ഞാൻ ഡിസ്കസ് ചെയ്ത്. ഇനി പിന്നെ പറയാൻ. ഇതാണ് ഇവൻ്റെ വീട്ടിലേക്കുള്ള വഴി. എല്ലാവരും ഇതിലെ വീട്ടിലേക്ക് പോവാ. ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും. എല്ലാവരും ചവിട്ടി പുറത്തോട്ടെ. അപ്പം ഈ ഹോട്ടൽ പറയുന്നത്, അതായത് ചെറിയ ഹോട്ടലാണ്. നമ്മൾ പണ്ട്, അതായത് എൻ്റെ സ്കൂൾ വരുന്നത് ഈ ഹോട്ടലിൻ്റെ തൊട്ട്, അതായത് നിങ്ങൾ നേരെ കാണുന്ന വഴിയിൽ പോയാൽ നമ്മൾ പഠിച്ച സ്കൂൾ, ഞാനും അനന്തൊക്കെ പഠിച്ച സ്കൂളിലെത്തും. ഓക്കെ, അപ്പം നമ്മൾ +2 +1 പഠിക്കുമ്പം മെയിനായിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവരില്ല സ്കൂളിലേക്ക്. അപ്പം മെയിനായിട്ട് ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിക്കുന്നത് ഈ ദേവി വിലാസം എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഹോട്ടലിലത്തെ ചോറും നീ സ്കൂൾ ടൈമിൽ പോയിട്ടുണ്ടായില്ല? സ്കൂൾ ടൈമിൽ അത് കഴിഞ്ഞിട്ടല്ലേ പോയത്? അതിന് ശേഷം അച്ഛമ്മയും ഇല്ലാതെ ഞാൻ പോയി. സൂപ്പർ ഭക്ഷണമാണ്. സൂപ്പർ ഭക്ഷണമാണ് ഇവിടുത്തെ, ഒന്നും പറയാനില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. അതായത് തനി നാടൻ ഫുഡ്. അതെ, തനി നാടൻ ഫുഡ്. പിന്നെ ചിക്കൻ അല്ലെങ്കിൽ മീൻ അങ്ങനത്തെ സ്പെഷ്യൽ. അതായത് ഇവർ മത്തി പൊരിക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പല സ്ഥലങ്ങളിലിപ്പം ഇങ്ങനത്തെ നാടൻ ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ കുറവാണ്. അതെ, കാരണം എന്ന് വെച്ചാൽ ഇപ്പം മന്തി അങ്ങനത്തെ സംഭവം, അൽഫാം അങ്ങനത്തെ സംഭവം വന്നുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഹോട്ടൽ കുറവാണ്, റെയറായിക്കൊണ്ട് നിൽക്കുക. സോ ഇത് നമുക്ക് ചിലയിടങ്ങളിൽ ഇപ്പം കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മൾ തട്ടുകടകൾ അങ്ങനെ കൊണ്ടുവരും. പക്ഷേ ഇങ്ങനത്തെ ഹോട്ടലാണ് ഞാൻ പറഞ്ഞത്. അതെ, ഒരു തിങ്കൾ മുതൽ ശനി വരെയാണ്, ഞായറാഴ്ച ഇല്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരിക്കണം. അതെ, ആണ് നമ്മുടെ ഹോട്ടൽ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഫോട്ടോത്തിൽ കാണുന്ന സൈജു കുറുപ്പ, സുരാജ്, അനന്തു. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ രവീന്ദ്ര. നമ്മുടെ ചായ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമ ഞാൻ കണ്ടിനി, ഒരു 2-3 മാസമായി കണ്ടിട്ട്. അതുകൊണ്ട് എൻ്റെ ഇതിൽ ഓർമ്മയിൽ സംഭവം എന്ന് വെച്ചാൽ ചന്ദ്രികയാന്ന് തോന്നുന്നു മറ്റേ ഹീറോയിൻ. അല്ലല്ല, 2 ക്യാരക്ടേഴ്സ് ഉണ്ടാ, 2 സ്ത്രീകളുണ്ട്. ഒന്ന് സുരാജിൻ്റെ ലൈന്, മറ്റേ ചന്ദ്രികയാണ് നമ്മളെ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവം. എന്നിട്ട് ഈ ചന്ദ്രികൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് 2 ഗ്രൂപ്പുകൾ ട്രൈ ചെയ്യുന്നത്. 2 ഫ്രണ്ട്സാണ്. അതാണ് ഷോ, അതാണ് കഥ. ബാക്കി ഇങ്ങനെ കണ്ടോ. അപ്പം നിങ്ങൾ ചായ ഒടുക്കത്തെ ടേസ്റ്റ്. അതായത് നാടൻ ഹോട്ടലിലെ ചായ എന്ന് പറയുന്നത് ഭയങ്കര ഡിഷാണ്. സുരാജുണ്ട്, മണിപിള്ളരാജുണ്ട്. അപ്പോൾ സിനിമേൻ്റെ പേര് ഇനിയും ചന്ദ്രിക. സോ അന്ന് ഈ ഹോട്ടലിൻ്റെ പേര് രവീന്ദ്ര ഹോട്ടലായി. സിനിമയ്ക്ക് വേണ്ടി ഇട്ട ഹോട്ടലായി പേരായിരുന്നു. സോറി, നൊസ്റ്റാൾജിയ സാധനമായിരിക്കും. പണ്ടൊക്കെ നമ്മൾ കഴിക്കുന്നൊരു തരം നുറുക്ക. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നുറുക്കം തിന്നുകൊണ്ട് വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിലേക്ക്.
സോ ഇവൻ ഇനിയിപ്പോൾ തള്ളി പറഞ്ഞു വിടും. കാരണം എന്ന് വെച്ചാൽ ഗെയിം കളിക്കാനുണ്ട്. ഇല്ല വർക്കുണ്ട് ഞങ്ങൾക്ക്. വർക്കുണ്ട്. അതിന് മുന്നേ ഗെയിം എടുക്കും ഇല്ലേ? സമയമില്ലടാ, ഇപ്പം തന്നെ പോയിട്ട് നോക്കാണ്ട്. അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചായയോടെയും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ അങ്ങനെ വീട്ടിലെത്തി. അപ്പം എങ്കിലും ചന്ദ്രിക എന്നാണ് സിനിമേൻ്റെ പേര്. അതവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയട്ടെ. മറന്നു പോയതാ ഓർമ്മയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറയാത്ത. കുറേ പ്രാവശ്യം അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ലാസ്റ്റ് കണ്ടേക്കാൻ ചേർത്ത് കണ്ടതാണ്. അവിടുത്തെ അറിയുന്ന ആൾക്കാരൊന്നും ഞാൻ സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇതില്ലേ നമുക്ക് ഇപ്പോൾ കാണിച്ച ഹോട്ടൽ പോലെ അല്ല, ഫുൾ മാറ്റമുണ്ട്. ഒരു വ്യത്യസ്ത ഹോട്ടലുകളുണ്ട് ഞാൻ പോകും. അതായത് ആ സിനിമയിൽ ഈ ഹോട്ടലിൻ്റെ പേര് എന്ന് പറയുന്നത് ഹോട്ടൽ രവീന്ദ്ര എന്നായിരുന്നു. അതെ, ശരിക്കും ഇതിൻ്റെ പേര് ദേവി വിലാസം ഹോട്ടൽ എന്നാണ്. അതായത് നാടൻ ഫുഡും കാര്യങ്ങളും. അതായത് ഇവിടെ അധികം ആൾക്കാരും, ഈ ഭാഗത്തിലെ അധികം ആൾക്കാരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും ഈ ഹോട്ടലിൽ എന്തായാലും. അത്രയും നല്ല ഹോട്ടലും നല്ല ഫുഡുമാണ് ഇവിടെ. അതെ, രാവിലെ ഭക്ഷണമില്ലെങ്കിൽ അവിടെ നോക്കി മണിക്കില്ല. രാവിലെ ഉച്ചക്ക് വൈകുന്നേരം, രാത്രിയില്ല. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ചോറ് അടിപൊളിയാണ്. ചായ ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ പണ്ട് മുതലേ തുടങ്ങിയോണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഫുഡ് ആക്കുന്നതിലും കറിയാക്കുന്നതിലും, ഫുഡാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം കറിയും കൂടി ആക്കുന്നതിൽ അവർക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളിലും നല്ല കൈപ്പുണ്ണില്ലേ. അതൊരു റെപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും ഞായറാഴ്ച തുറക്കേണ്ട ആവശ്യമില്ല. ഇവൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് രാവിലെ ഓടണം. അതായത് ഞാനൊക്കെ ഓടാൻ പോകാറ് റോട്ടിലേക്ക് കൂടി ഓടാം. ഇവൻ്റെ വീട്ടിൽ നിന്ന് അതായത് അങ്ങ് തൊട്ട് ഈ ഗേറ്റ് വരെ സ്ഥലമുണ്ട്. എന്നിട്ട് ഇവൻ ഓടാറില്ല, വ്യായാമം ചെയ്യാറില്ല. പക്ഷേ ഇവൻ ജിമ്മിന് പോകാറുണ്ടായിരുന്നു. ഇവൻ അസുഖമായതുകൊണ്ട് മാത്രം നിർത്തേണ്ടി വന്നു. അതായത് അസുഖം കൊണ്ട് മാത്രം നിർത്തേണ്ടി വന്നതാണ്, അല്ലാണ്ട് മടികാരനല്ല. ഇവനെക്കാട്ടും കൂടുതൽ ജിമ്മിൽ പോകുന്ന ആളായിരുന്നു ഞാൻ. അതില്ല അതിൽ ഞാൻ അംഗീകരിക്കില്ല. ഉണ്ട ഒഴുങ്ങി ഞാൻ പോകാത്ത ദിവസം വന്നിട്ടില്ല. ഞാൻ സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ട് ഇവനെക്കാട്ടും വലിയ മടിയാണ്. അപ്പോൾ അനന്തുവിൻ്റെ കൃഷിയിടാണ് നിങ്ങൾ കാണുന്ന ബാക്കിൽ കവുങ്ങിൻ തോട്ടം. അനന്തു ഒരാൾ വിചാരിച്ചിട്ടാണ് ഇത്രയും കവുങ്ങ് വെച്ചത്. അതെ, ഞാൻ ഭയങ്കരമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. അതെ, ഇപ്പുറം വാഴ ഇവൻ്റെ അല്ല. അപ്പം നമ്മൾ സ്കൂൾ വരുന്നത്, അതായത് ഇവന് സ്കൂളിൽ വരാൻ അടുത്താണ് സ്കൂൾ വരുന്നത്. അതായത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു 3 മിനിറ്റ് നടക്കാനുണ്ടാവും. 10 മിനിറ്റ് സ്കൂളിലേക്ക് നടക്കാൻ ഒരു 5 മിനിറ്റ് ഉണ്ടാവും നടക്കാൻ. ഇവിടുന്ന് കയറിയ സ്കൂളായില്ലേ? ഇല്ലടാ, കുറച്ച് നടക്കാനുണ്ടാ. ഇപ്പം പണ്ട് നീ പറഞ്ഞ 5 മിനിറ്റ്, ഇപ്പം ഭയങ്കര ഫീൽഡാ. മുന്നേ 5 മിനിറ്റ് ഒരു 7 മിനിറ്റ് കൂട്ടാ. 10 മിനിറ്റ് ഒന്നും എന്തായാലും എടുക്കില്ല, കാരണം ഇവിടെ തൊട്ടടുത്ത സ്കൂള്. ഇവനൊക്കെ സുഖമായിരുന്നു. ഞാൻ അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ നടന്നിട്ട് വരണം ഈ സ്കൂളിലേക്ക്. എന്നിട്ട് ഇവിടുന്ന് അടിയും കൊണ്ട് പോകണം അങ്ങോട്ട്. അങ്ങനെ വേണം. എനക്ക് സുഖമായിരുന്നു. ഞാനാണെങ്കിൽ ഉച്ചക്ക് കോമഡിയാണ്. ഉച്ചക്ക് എപ്പോഴും വരും. എന്നിട്ട് ഞാൻ 1:30 തുടങ്ങലേ. ഞാനൊരു 12:30 വിടും. വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ മറ്റേ ഇതില്ലേ, ഒരു കാർട്ടൂൺ ഉണ്ട് എപ്പോഴും കാണുന്നത്, കോച്ച് TV കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ത്രികോണത്തിൽ ഒരു സാധനം പിടിച്ചിട്ട് ഇയാൾ ഇതിൽ വെക്കും. ഡ്രാഗൺ റൈഡേഴ്സ് അങ്ങനത്തെ തോന്നുന്നു. സംഭവമൊന്നുമില്ല. ഹീമാനല്ലടാ, ഒരു എന്തോ ഒരു സാധനമാണ്. ഒരു ചന്ദ്രനെ പോലെ, ചന്ദ്രനല്ല, ഒരു നക്ഷത്രത്തെ പോലെ സാധനം ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് ആക്കുമ്പം അവന് സൂപ്പർമാൻ ഒരു പവർ കിട്ടുന്നു. എന്നിട്ട് അവന് ഒരു ഡ്രാഗൺസിൻ്റെ മുകളിലാണ് ഇതാക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഭയങ്കര രസമായിരുന്നില്ല. ഡിസ്കണ്ടിന്യൂ ആയി എന്ന് വെച്ചാൽ ഒരു സീസൺ കൊണ്ട് തന്നെ ഓഫായി. പക്ഷെ സാധനം പൊളിയുന്നു. അതും കാണും. പിന്നെ ഫോർ ദ പീപ്പിളും കാണും. പക്ഷെ ഫോർ ദ പീപ്പിൾ പണ്ട് അപ്പം ഉണ്ടായിരുന്നു. കുറച്ചു നേരം കണ്ടാൽ മതിയാക്കിയിട്ടാണ് ഭക്ഷണം മതിയാക്കി പോകും. പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് കാർട്ടൂണും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ പണ്ടത്തെ കുഞ്ഞുങ്ങളിൽ. അതൊന്നും ഇപ്പോൾ ഇല്ല. അതെ, അതെല്ലാം അവർ ഒഴിവാക്കിയല്ലേ. അതെ, ചെറിയ ഇപ്പോൾ മറ്റെന്താ ആ സാധനത്തിന് ബേബി ഷാർക്കിനെ പോലത്തെ ഇത്ര സാധനങ്ങളാണ് ഇപ്പം. അതായത് പണ്ടത്തെ പോലെ ഇപ്പം കാർട്ടൂൺ വലിയ ഇതില്ല. പണ്ടാണ് നല്ല സ്റ്റോറിയും എല്ലാം ഉണ്ടായിരുന്നത് കാർട്ടൂൺ. അതായത് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ആദ്യം കാണാതിരിക്കുന്നത് ജാക്കി ചാനും അങ്ങനത്തെ മറ്റേ ചോട്ടാ ഭീമും. പക്ഷെ ഇപ്പോഴത്തെ ചോട്ടാ ഭീമൊന്നും നമ്മൾ കാണാറില്ല. ഒന്നാമത് കഥ എങ്ങനെയാണെന്നും അറിയില്ല. സോ നമ്മളെ പ്രായത്തിൽ എല്ലാവരും പണ്ട്, അതായത് 90s അല്ലെങ്കിൽ 2K കിഡ്സും ഇങ്ങനത്തെ കാർട്ടൂൺ കണ്ടായിരിക്കും വളർന്നിട്ടുണ്ടാവില്ല. അതായത് സ്പൈഡർമാൻ, പിന്നെ കൊച്ചു TV വരുന്ന മിസ്റ്റർ ബീൻ മെയിനായിരുന്നു. അതായത് നമ്മൾ മിസ്റ്റർ ബീൻ കാണാറുണ്ടായിരുന്നു മെയിനായിട്ട്.
അപ്പം ഡ്രാഗൺ ബൂസ്റ്റർ കിട്ടി. ഡ്രാഗൺ ബൂസ്റ്റർ എൻ്റെ ദൈവമേ സൂപ്പർ ആയിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സ്റ്റുവേർട്ട് ലിറ്റിൽ അത് അത് ഞായറാഴ്ച മാത്രമേ ഉണ്ടാവും അല്ലേ? അതെ അതെ, അത് അന്ന് കാലത്ത് ഞായറാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റുവേർട്ട് ലിറ്റിൽ. പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ ഈ ഇറക്കിയ എപ്പിസോഡ് തന്നെ ഇറക്കുന്നുണ്ട്. അത് ചെറുതായി ബോറടിച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ സ്റ്റിൽ അടിപൊളിയായിരുന്നു. മിസ്റ്റർ ബീൻ വിട്, അത് മിസ്റ്റർ ബീൻ, മറ്റേ ചോട്ടാ ഭീം, ഇങ്ങനത്തെ കുറേ കാർട്ടൂൺ. ഞാൻ പണ്ട് ഞാൻ എപ്പോഴും ഭീമും മിസ്റ്റർ ബീനും ഒന്നാമത് എനിക്ക് കൺഫ്യൂഷൻ അടിച്ചു ചെറുപ്പത്തിൽ. അതായത് മിസ്റ്റർ ബീൻ അതായത് ഒറിജിനലും ഉണ്ട്, ഇവർ കാർട്ടൂൺ പോലെ ആക്കിയിട്ടില്ല ചെറിയ മിസ്റ്റർ ബീനും ഉണ്ടായിരുന്നു അല്ലേ? അത് രണ്ടും രസമായിരുന്നു. രണ്ടും സെയിം കഥയാണ്, പക്ഷെ കാർട്ടൂൺ ടൈപ്പിലും സിനിമ ടൈപ്പിലും ഉണ്ടായിരുന്നു. പോഗോല് മോസ്റ്റ്ലി സിനിമാസ് എല്ലാം പോഗോലുണ്ടായത്. അപ്പോൾ അതിൽ എന്തെല്ലാം സിനിമ ഉണ്ട്? ഒന്ന് ഭീമൻ, കൃഷ്ണ, എന്തെല്ലാം അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഒന്ന് മിസ്റ്റർ ബീൻ്റെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഒരു ക്രിക്കറ്റിൻ്റെ, ദൈവമേ എന്തെല്ലാം ഉണ്ടായറിയാം. പക്ഷേ എല്ലാ കാർട്ടൂൺസും ഇത് രസം ഉണ്ടായിരിക്കണം. കാർട്ടൂൺ മാത്രമായിരുന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഒരു വലുതായ പോലും കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ഗ്രാവിറ്റി ഫോഴ്സ്, പിന്നെ ഞാൻ ഉണ്ടായ സമയത്ത് ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, സ്കൂബിഡുവിൻ്റെ ഞാൻ ചെറുപ്പത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. വലുതാവെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് ഭയങ്കര പ്രേമം തോന്നിയത്. അപ്പം സ്കൂബിഡുവിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഞാൻ ചെറുപ്പത്തിലുണ്ടായപ്പോൾ, മിസ്റ്ററി ഇൻകോർപ്പറേറ്റർ, സ്കൂബിഡു മിസ്റ്ററി ഇൻകോർപ്പറേറ്റർ. എൻ്റെ അതേമേ കഥ എന്ന് പറഞ്ഞാൽ സൂപ്പർ കഥ. നോർമൽ സ്കൂബിഡുവിൻ്റെ സംബന്ധിച്ചാൽ സ്കൂബിഡു വേറെ അറിയുന്ന ഫസ്റ്റത്തെ പോലല്ല. എന്ന് വെച്ചാൽ ഇതിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സീരീസിനെ പോലെയാണ്. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ എന്തെല്ലോ നല്ല കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം കാണാൻ പോലും ഇല്ല. അത് ഞാൻ ഇവൻ പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ മിസ്റ്റർ ബീൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവൻ്റെ അടുത്ത് മാത്രമേ അന്ന് കമ്പ്യൂട്ടറുള്ളൂ. അതായത് ഇവൻ അന്നും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ ഗെയിം കളിക്കാൻ കളിച്ച ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ലടാ, ചിലപ്പം പോക്കിയൻ ഫയർ അഡായിക്കും ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. സോ നമ്മൾ പോയ ചായക്കട എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത്, അതായത് +1 +2 ആ ടൈമിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോകുന്ന മെയിനായിട്ടുള്ള നാടൻ ഹോട്ടലായിരുന്നു നമ്മുടെ ദേവി വിലാസ് ഹോട്ടൽ. അപ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സായിട്ടാണ് പോകാറ്. പൊതുവെ അവിടെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഉച്ചക്ക് ചോറ് കഴിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് സീറ്റ് പിടിക്കാൻ. അതായത് ഉച്ചക്ക് വിട്ട് ബെല്ലടിച്ചാൽ നമ്മളെല്ലാവരും ഓടും. അതായത് അധികം ആൾ ഓടും. കാരണം എന്ന് വെച്ചാൽ ഒരു ടൈം കഴിഞ്ഞാൽ അവിടെ സീറ്റ് കിട്ടില്ല ഉച്ചക്ക്. നമ്മളെ ഫുഡും മിസ്സാവും പിന്നെ. സോ അങ്ങനെയുള്ള ഒരു ഹോട്ടലായിരുന്നു. നല്ലൊരു അടിപൊളി ഹോട്ടലാണ്. അതിപ്പോഴും ഉണ്ട് എന്നുള്ള ഇതിൽ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളാണ്. അതായത് അനന്തുവിൻ്റെ വീട്ടിൽ നമ്മളെപ്പോഴും പോകുന്നുണ്ടെങ്കിലും ഈ ഹോട്ടലിന് മുന്നിൽ കൂടിയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. ഗൈസ്, അപ്പം ഇന്ന് അതിരാവിലെ 12 മണിക്ക് നമ്മുടെ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള മത്സരം കഴിഞ്ഞു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സ്പെയിൻ ജയിക്കുമെന്ന്. ഫ്രാൻസ് ടീമിന് ഇതെന്ത് പറ്റിയെന്നറിയില്ല. അത്രയും നല്ല അടിപൊളി പ്ലെയേഴ്സും എല്ലാം, അതായത് ഇത്ര വരെ എത്തി, അവർ സെമി ഫൈനൽ വരെ എത്തിയിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. പക്ഷേ സ്പെയിനിൻ്റെ കളീനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. ബാക്ക് എന്ന് പറഞ്ഞാൽ കട്ടക്ക്. അതായത് ഫസ്റ്റ് ഇവർക്ക് കിട്ടിയ പെനാൾട്ടി, അത് കഴിഞ്ഞ് ഇവർക്ക് ഒരു സെക്കൻഡ് ഗോളും കൂടെ അടിച്ചു. സോ അങ്ങനെ 2 ഗോളിനെയാണ് സ്പെയിൻ ജയിച്ചത്. പിന്നെ ആ 2 ഗോൾ അടിച്ച് കഴിഞ്ഞ് പിന്നെ ഇവർ ബാക്ക് കട്ടക്കാക്കി. അതിന് മുന്നേയും ബാക്ക് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴും ഫുൾ കളി മാറ്റി എല്ലാവരും കട്ടക്കായിരുന്നു സ്പെയിനിൽ കളിച്ചിരുന്നത്. അപ്പം ഫ്രാൻസ് കുറേ ട്രൈ ചെയ്തു. എടുത്തു പറയാനുള്ള എംബാപ്പെ നല്ല വൃത്തിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നടക്കുന്നില്ല. അതായത് അത്രയും മാർക്ക് ചെയ്തിട്ടായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്. കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ആയിരുന്നു എംബാപ്പേനെയും പൂട്ടിയിട്ടുണ്ടായത്. അപ്പോൾ സ്പെയിൻ ജയിച്ചു, അവർ ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കളിയാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഇന്നത്തെയും ഇനി ഫൈനലത്തെ കളിയാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഇന്ന് അർജൻറ്റീനയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടുമാണ് മാച്ച്. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡാണ്. എന്തായി തീരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ മാച്ച് ഭയങ്കര, അതായത് എനിക്ക് തോന്നുന്നു ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും, അതായത് മറ്റ് ടീമിൻ്റെ എല്ലാ ആൾക്കാരും, അതായത് ആരാധകരും ഈ മാച്ച് വിടൂല. കാരണം എന്ന് വെച്ചാൽ അർജൻറ്റീനയ്ക്ക് ഇപ്പം കുറേ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിന് ഇന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല എന്താണെന്ന്. കളി മാറോ, എങ്ങനെ ഇരിക്കും കളി എന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഇന്ന് മാച്ച് കാണും. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ.